ജപ്പാന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡിലെ ദ്വീപിൽ താമസിക്കുന്ന ഒരു 16 വയസ്സുകാരൻ. ഒരു പ്രത്യേക സാഹചര്യം കാരണം ആരും അറിയാതെ അവൻ ജപ്പാനിലോട്ട് നാടുവിടുന്നു. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ അവൻ കാലാവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ ശക്തിയുള്ള ഒരു പെൺകുട്ടിയെ ജപ്പാനിൽ വെച്ച് കാണുന്നു. പിന്നീട് അവർക്കിടയിൽ ഉണ്ടാവുന്ന സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായി കാണിച്ചു തന്ന് 2019 റിലീസായ മക്കോട്ടോ ഷിൻഗയുടെ മാസ്റ്റർ പീസ് ഐറ്റം വെതറിംഗ് വിത്ത് യു. വർഷം 2021. ജപ്പാനില് നിൽക്കാതെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. സൂര്യപ്രകാശം കണ്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജപ്പാൻ മുഴുവൻ വെള്ളത്തിനടിയിലാവും. പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു ലേഡിയാണ്. അവരുടെ കൂടെ തന്നെ അവരുടെ മകളും ഉണ്ട്. അവളുടെ പേര് ഹീന. ഹീനയ്ക്ക് അവളുടെ അമ്മയെ വളരെയധികം ഇഷ്ടമാണ്. തന്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുവാണ് ഹീന. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വിൻഡോ വഴി അവൾ പുറത്തോട്ട് നോക്കുന്ന സമയത്താണ് ആ കാഴ്ച അവൾ കാണുന്നത്. ചുറ്റിലും മഴ പെയ്യുന്നു. എന്നാൽ ഒരു ഭാഗത്തോട്ട് മാത്രം കാർമേഘങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം വരുന്നു. ഈ കാഴ്ച കണ്ട് ഹീന അതിശയത്തോടെ ഒരു കൊടയെടുത്ത് അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ട് ചെന്ന് നോക്കിയ അവൾക്ക് അതൊരു അമ്പലം പോലെ തോന്നുന്നു. ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പടിവാതിൽ അവൾ കടക്കുന്നു. പെട്ടെന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന മഴത്തുള്ളികളെല്ലാം തന്നെ മുകളിലോട്ട് പോകുന്നു. കണ്ണു തുറക്കുന്ന ഹീന കാണുന്നത് ആകാശത്തു നിന്നും അവൾ താഴോട്ട് വീഴുന്നതാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൾ ആകെ പേടിക്കുന്നു. അപ്പോഴാണ് മേഘങ്ങൾക്ക് മുകളിൽ ഒരു ഗ്രൗണ്ട് പോലെ അവൾ കാണുന്നത്. നോക്കുന്ന സമയത്ത് അവിടെ വെള്ളം പോലെയുള്ള ഒരുപാട് മീനുകളും ഓടി നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൾ താഴോട്ട് വീഴുന്നു. അവിടെ കട്ട് ചെയ്ത പിന്നീട് നമ്മൾ കാണുന്നത് ജപ്പാന്റെ തൊട്ടടുത്തുള്ള ഒരു ഐലാൻഡിൽ നിന്നും ഒളിച്ചോടി ടോക്കിയോയിലോട്ട് വരാൻ ശ്രമിക്കുന്ന ഹൊഡാക്ക എന്ന് പറയുന്ന ഒരു 16 വയസ്സുകാരനെയാണ്. ടോക്കിയോ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങോട്ട് ചെന്ന പെട്ടെന്ന് എന്നെ ജോലിയൊക്കെ കിട്ടും എന്ന് പറഞ്ഞ ഒഡാക്ക പോകുന്ന വഴിക്ക് തന്നെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നു. പെട്ടെന്നാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്ന ഷിപ്പിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നത്. കാലാവസ്ഥ വളരെയധികം മോശമാണ്. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും വലിയ രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഷിപ്പിന് പുറത്തുള്ള എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അവരവരുടെ റൂമിലോട്ട് പോവേണ്ടതാണ് എന്ന് സ്പീക്കറിലൂടെ വിളിച്ചു പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും അകത്തോട്ട് പോവാണ്. എന്നാൽ ഒഡാക്ക മാത്രം മഴ പെയ്യുന്നത് കാണാൻ വേണ്ടി ഷിപ്പിന്റെ മുകളിലോട്ട് പോകുന്നു. മഴ പെയ്യുന്നത് വളരെ നല്ല രീതിയിൽ അവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തുള്ളി തുള്ളിയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെ അങ്ങ് വീഴുവാണ്. അതിന്റെ ആ ഫോഴ്സിൽ ഒഡാക്ക കപ്പലിൽ നിന്നും താഴോട്ട് വീഴാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് പുറകിൽ നിന്നും ആരോ അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. പെട്ടെന്ന് പെയ്തോണ്ടിരിക്കുന്ന മഴയെല്ലാം നിന്ന് സൂര്യപ്രകാശം വരുന്നു. ഹേയ്, ആരാ നീ? അകത്തോട്ട് പോവാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് അവനെ രക്ഷിച്ച അയാൾ അവനോട് ചോദിക്കുന്നു. അയാളുടെ പേരാണ് കെയ്സുക്കി. സോ കെയ്സു തന്നെ രക്ഷിച്ചത് കൊണ്ട് ഒഡാക്ക അയാൾക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കുന്നു. സോ ഈ അവസരം മുതലാക്കിയ കെയ്സു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബിയർ മേടിപ്പിക്കുന്നു. അയ്യോ, എന്റെ കയ്യിലുള്ള പണമൊക്കെ ഇവിടെ വെച്ചു എന്നെ തീരുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ടോക്കിയോയിൽ ചെന്ന് ഞാൻ ഭിക്ഷ എടുക്കേണ്ടി വരും. ശരി, വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഡാക്ക അവൻക്ക് ആ ബിയറും മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെ സമയങ്ങൾ കടന്നു പോകുന്നു. ആ കപ്പൽ ഇപ്പോൾ ടോക്കിയോയിലോട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഇപ്പോൾ ടോക്കിയോയിലെത്തി. ഇനി എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം എന്ന് പറയുവാണ് ഒഡാക്ക. കപ്പലിൽ നിന്നും പുറത്തിറങ്ങി ഒഡാക്കയുടെ അടുത്തോട്ട് കേസ് വരുന്നു. നീ ടോക്കിയോയില് ആദ്യമായിട്ടല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നു. എന്നെ ഊറ്റി ജീവിക്കാനല്ലേ എന്റെ പട്ടി വരും എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ഒഡാക്ക. ജപ്പാന്റെ അടുത്തുള്ള ഒരു ഐലാൻഡിൽ താമസിക്കുന്ന ഒഡാക്ക അവിടുത്തെ ജീവിതം മടുത്തിട്ടാണ് ടോക്കിയോയിലോട്ട് വരുന്നത്. എന്നാൽ ടോക്കിയോയിലെത്തിയ അവന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു 16 വയസ്സുകാരന് എവിടെയും ജോലി കിട്ടുന്നില്ല. കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ പാർട്ട് ടൈം ആയിട്ടെങ്കിലും ജോലി കിട്ടിയേനെ. ഇല്ല സാർ, ഞാൻ കോളേജിൽ തന്നെയാ പഠിക്കുന്നേ എന്ന് കള്ളം പറഞ്ഞാലും ID കാർഡ് കാണിക്കാൻ വേണ്ടി അവർ പറയുന്നു. സോ ഒഡാക്കയുടെ കയ്യിലുള്ള പണമെല്ലാം കുറച്ചായി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അവൻ താമസിക്കുന്ന ഹോട്ടലില് ഇനി അവനെ കൊണ്ട് താമസിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി ഒഡാക്ക അവിടെ നിന്നും ഇറങ്ങുന്നു. റോഡിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്ന അവനെ ഒരുപാട് പേര് ബുള്ളിങ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അവസാനം അവൻ പോലീസുകാരുടെ മുമ്പിൽ ചെന്ന് ചാടുന്നു. ഹേയ്, നീ ഒരു കുട്ടിയല്ലേ? നിന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ എന്ന് പോലീസുകാർ ചോദിക്കുന്ന സമയത്ത് അവരെ തട്ടി മാറ്റിക്കൊണ്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. സോ മഴയൊന്നും നിൽക്കുന്ന പോലെ അവന് തോന്നുന്നില്ല. അങ്ങനെ മഴ കൊള്ളാത്ത ഒരു സ്ഥലത്ത് വന്ന് അവൻ ഇരിക്കുന്നു. പതിയെ അവിടെ ഇരുന്ന് മഴങ്ങുവാണ് ഒഡാക്ക. പെട്ടെന്ന് അവന്റെ അടുത്തോട്ട് ഒരാൾ വന്ന്, ഹേയ്, നീ ആരാ? കസ്റ്റമർ ആണോ എന്ന് ചോദിക്കുന്നു. അയാളുടെ കൂടെ തന്നെ 2 ലേഡീസും ഉണ്ടായിരുന്നു. ഹേയ്, സോറി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നിൽക്കുന്ന ഒഡാക്കയുടെ കാലിൽ തട്ടി വേണോന്ന് വെച്ച് അവനെ താഴെയിടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡസ്റ്റ്ബിനും ഒഡാക്ക താഴെയിടുന്നു. അതിൽ നിന്ന് വീണതൊക്കെ അതിനകത്തോട്ട് തന്നെ എടുത്തിടാൻ നിൽക്കുന്ന ഒഡാക്കയുടെ മുമ്പിൽ ഒരു ബാഗ് കാണുന്നു. അങ്ങനെ അവൻ ബാഗ് എടുത്തുകൊണ്ട് ഒരു റെസ്റ്റോറന്റിലോട്ട് പോകുന്നു. തനിക്ക് കിട്ടിയ ബാഗിനകത്ത് എന്താണെന്ന് പറഞ്ഞ് തുറന്നു നോക്കുന്ന അവൻ കാണുന്നത് ഒരു ഗണ്ണാണ്.
അത് കണ്ട് പേടിച്ചവൻ പെട്ടെന്ന് തന്നെ അത് ആ കവറിനകത്ത് എന്നെ എടുത്തു വെക്കുന്നു. അത് വല്ല ടോയോ ആയിരിക്കുമോ എന്ന് പറഞ്ഞ് അവൻ അവന്റെ ബാഗിനകത്ത് ഇടുവാണ്. ഫുഡൊന്നും കഴിക്കാതെ ക്ഷീണിച്ചു പോയ അവൻ അവിടെ കിടക്കുന്നു. പെട്ടെന്ന് അവന്റെ അടുത്തോട്ട് ഒരു ബർഗറും കൊണ്ട് ഒരാൾ വരുന്നു. അത് മറ്റാരുമല്ല, ഹീനയായിരുന്നു. ഹേയ്, ഇതെന്താ, എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് ഓടാക്ക അവളോട് പറയുന്നു. ഏയ്, പണമൊന്നും വേണ്ട, 3 ദിവസമായിട്ട് നീ ഇങ്ങോട്ട് വരുന്നുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. നീ വെറും ചായ മാത്രമാണ് ഓർഡർ ചെയ്യുന്നത്, ഇന്നെങ്കിലും എന്തെങ്കിലും കഴിക്കുക എന്നും പറഞ്ഞ് ഹീന അവിടെ നിന്നും പോകുന്നു. മുന്നോട്ട് പോകുന്ന ഹീന അവനെ തിരിഞ്ഞു നോക്കി ചിരിക്കാൻ മറക്കുന്നില്ല. വളരെ വിശന്നിരിക്കുന്ന ഒടാക്കിക്ക് അത് കഴിക്കാതെ അവിടെ നിന്നും പോവാനും തോന്നുന്നില്ല. അവൻ ഇന്ന് വരെ കഴിച്ചതിൽ ഏറ്റവും രുചികരമായിട്ടുള്ള ബർഗർ ആയിട്ട് അത് അവന് തോന്നുന്നു. സോ ആ ബർഗർ കാരണം അവന്റെ വയറും നിറഞ്ഞു, ഹീന കാരണം അവന്റെ മനസ്സും നിറഞ്ഞു. എവിടെ ചെന്നാലും ജോലി കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഒടാക്ക കേസ് കൊടുത്ത വിസിറ്റിംഗ് കാർഡ് നോക്കുന്നു. അവൻ പോയിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ പുറകെ സീറ്റിൽ ഒരു പയ്യനും അവന്റെ ഒരു ഫ്രണ്ടും ഇരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും വളരെ ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഒടാക്കിക്ക് അസൂയ തോന്നുന്നുണ്ട്. പെട്ടെന്ന് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് അവളുടെ സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. എന്നാൽ അതേ സ്റ്റോപ്പിൽ വേറൊരു പെണ്ണ് ആ ബസ്സിലോട്ട് കയറുകയും ചെയ്യുന്നുണ്ട്. അതും അവന്റെ ഫ്രണ്ടാണ്. എന്ത് 2 ഗേൾ ഫ്രണ്ട്സോ? അവന്റെ തലയിൽ വരച്ച വടി കൊണ്ട് ഒരേറ് കിട്ടിയ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു നിൽക്കുവാണ് ഒടാക്ക. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒടാക്ക ആ അഡ്രസ്സിലോട്ട് വരുന്നു. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്താണ് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഡോറാണെങ്കിൽ ലോക്ക് ചെയ്തിട്ടുമില്ല. ഹേയ്, ആരെങ്കിലും ഉണ്ടോ? അകത്ത് ആരെങ്കിലും ഉണ്ടോ? മിസ്റ്റർ കേസുക്കി എന്ന് വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറുവാണ് ഒടാക്ക. അപ്പോഴാണ് അവനൊരു ലേഡി അവിടെ കാണുന്നത്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവളെ തന്നെ കുറച്ചേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒടാക്ക. പെട്ടെന്ന് ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേക്കുന്നു. അയ്യോ, ഞാൻ ക്ഷമിക്കണം, പുതിയ സഹായിയല്ലേ? കെയ് പറഞ്ഞിരുന്നു. ഞാൻ നേഴ്സ് സുമി, പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ സുമി അവൻക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കുന്നു. നിന്റെ പേരെന്താ എന്ന് അവൾ ചോദിക്കുന്നു. ഹൊഡാക്ക മൊറോഷിമി. ഓ, നല്ല പേര്. നിങ്ങൾ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? നിങ്ങൾ അവരുടെ ആരാ? നിനക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെ, നീ വിചാരിക്കുന്ന തന്നെയാ എന്ന് സുമി അവനോട് പറയുന്നു. ഓ, ഗേൾ ഫ്രണ്ട് ആണല്ലേ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ഒടാക്ക. അപ്പോഴാണ് കൈസൂക്കി അങ്ങോട്ട് വരുന്നത്. ഒടാക്ക തന്റെ പ്രശ്നങ്ങളെല്ലാം അവരോട് പറയുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോനെ, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് കൈസു അവനോട് പറയാണ്. കൈസു ഒരു മാഗസിൻ പബ്ലിഷ് കമ്പനി നടത്തുന്ന ഒരാളാണ്. തന്റെ ചെറിയ കമ്പനിയിൽ ഒടാക്കി ഇനിയും ജോലിക്ക് വെക്കുന്നു. സോ ഇപ്പോഴത്തെ വലിയ ചർച്ച എന്ന് പറയുന്നത് നിൽക്കാതെ പെയ്യുന്ന ആ മഴയെ കുറിച്ചാണ്. സോ നിർത്താതെ പെയ്യുന്ന മഴ നിൽക്കണമെങ്കിൽ അതൊരു പെണ്ണിനെ കൊണ്ടേ പറ്റൂ. അതാണ് സൺഷൈൻ ഗേൾ. ഇതൊരു മുത്തശ്ശി കഥയാണ്. പക്ഷെ ഇപ്പൊ ഇതിന് വളരെ നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ മഴ നിന്നൊരു ദിവസം പോലുമില്ല. ആളുകൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഇന്ന് നൈസുമിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. നീയോ അവളുടെ കൂടെ ഒന്ന് പോയി നോക്ക്, കാര്യങ്ങളൊക്കെ അപ്പൊ നിനക്ക് മനസ്സിലാവും. അങ്ങനെ സൺഷൈൻ ഗേളിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ ശേഖരിക്കുന്നു. കുട്ടികളോടും മുതിർന്നവരോടും നല്ല പ്രായമായവരോടൊക്കെ സൺഷൈൻ ഗേളിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവർ കേട്ടിട്ടുള്ള കഥകളും അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുകയും ചെയ്യുന്നു. ഈ ജോലിയൊന്നും പോരാഞ്ഞിട്ട് കേസുകിയുടെ ഓഫീസിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത്, അവരുടെ പാത്രം മോറുന്നത്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നത് എല്ലാം ഒടാകെ തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് തങ്ങളുടെ ജോലിയുടെ ആവശ്യപ്രകാരം നെക്സ്യൂമിയുടെ കൂടെ പുറത്തൊക്കെ പോവാറുണ്ട്. ഇപ്പോഴാണ് ഒടാക്കയുടെ ജീവിതം പതിയെ മാറാൻ വേണ്ടി തുടങ്ങുന്നത്. അവൻ വിചാരിച്ച പോലെ ഇപ്പൊ അവനൊരു ജോലിയുണ്ട്. അങ്ങനെ ഒരു ദിവസം പുറത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒടാക്ക ഈ മഴയൊന്നും തോരുന്ന ലക്ഷണം കാണാനില്ലല്ലോ, ഇതിനൊരു അവസാനമില്ലേ എന്നൊക്കെ ചിന്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട അതേ പെണ്ണിനെ അവൻ വീണ്ടും കാണുന്നു. അവളുടെ കൂടെ ആരാണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അന്ന് അവനെ താഴെ തള്ളിയിട്ട ആ പുള്ളിക്കാരനെ കാണുന്നത്. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ ഒടാക്ക ഹീനയെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഹേയ്, എന്താ, നിൽക്ക് എന്നൊക്കെ ഹീന അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും നിൽക്കാതെ അവർ രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് 2 വശത്തോടെയും വന്ന അവന്മാര് ഒടാക്കയെ പിടിക്കുന്നു. ഒടാക്കയെ താഴെ വരച്ചിട്ട് അവന്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഓ, നീ മറ്റവനല്ലേ? അന്ന് താഴെ തള്ളിയിട്ടതിന് പ്രതികാരം ചോദിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് അവൻ ഒടാക്കയോട് ചോദിക്കുന്നു. അവനെ അടിക്കുന്നത് കണ്ട് ഹീന അവനെ അടിക്കല്ലേ. പെട്ടെന്നാണ് ഒടാക്ക തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് പുറത്തെടുക്കുന്നത്. അവർക്ക് നേരെ ചൂണ്ടുവാണ് ഒടാക്ക. ഒടാക്കയുടെ കയ്യിലെ ഗണ്ണ് കണ്ട് അവനൊന്ന് പതറുന്നുണ്ടെങ്കിലും കൊച്ചു പയ്യന്റെ കയ്യിൽ എവിടുന്ന ഗണ്ണ് അത് വല്ല കളിപ്പാട്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓ, ഒരു ടോയ് കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് അവൻ പറയുന്ന സമയത്താണ് അവനെ കൊന്നു എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ലൈറ്റിലോട്ടായിരുന്നു ആ ബുള്ളറ്റ് കൊണ്ടിരുന്നത്. ഒറിജിനൽ തോക്കിന്റെ മുമ്പിലായിരുന്നല്ലോ ദൈവമേ, നെഞ്ചു വിരിച്ചു നിന്നേ എന്നും പറഞ്ഞ് സ്തംഭിച്ചു നിൽക്കുവാണ് ഒടാക്കയെ തല്ലാൻ വേണ്ടി വന്നവൻ. പെട്ടെന്ന് തന്നെ ഒടാക്കയെ വിളിച്ചുകൊണ്ട് ഹീന അവിടെ നിന്ന് ഓടുന്നു. മറ്റവന്മാർ രണ്ടുപേരും കിളി പോയി അവരെ തന്നെ നോക്കി നിൽക്കുന്നു. ഹീന അവനെ വിളിച്ചോണ്ട് വന്നത് അന്ന് സൂര്യപ്രകാശം അടിച്ച ആ ബിൽഡിങ്ങിലോട്ടായിരുന്നു. ഹേയ്, നീ എന്ത് ഈ ചെയ്തേ? അന്ന് ബർഗർ തന്നതിന്റെ നന്ദിയാണോ നീ ഇപ്പൊ കാണിക്കുന്നേ? നിന്റെ കയ്യിലോടുന്ന ഗണ്ണ് നീ ആരാ എന്നൊക്കെ ഹീന അവനോട് ചോദിക്കുന്നു. നീ വിചാരിക്കുന്ന പോലെ ഞാനൊരു ക്രിമിനലോ ഒന്നുമല്ല, ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാ.
നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ ഞാൻ കുട്ടിയൊന്നുമല്ല എന്ന് പറഞ്ഞ് ഹീന അവിടെ നിന്നും പോകുന്നു. സോ ഒരാളുടെ മുമ്പിൽ താനിപ്പോ ഒരു കുറ്റവാളി ആയില്ലേ എന്ന് പറഞ്ഞ് ഒടാക്കിക്ക് ദേഷ്യം വരുന്നു. എന്ന് അവൻ അവിടെ വലിച്ചെറിയുന്നു. ജസ്റ്റ് മിസ്സിനാണ് ആ ബുള്ളറ്റ് അവന്റെ മുകളിൽ കൊള്ളാണ്ടിരുന്നത്. താൻ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് ഒടാക്ക കുറ്റബോധത്തോടെ അവിടെ ഇരുന്ന് കരയുന്നു. അപ്പോൾ അവിടെ നിന്നും പോയ ഹീന അങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു. എന്നെ ആ റെസ്റ്റോറന്റിലെ ജോലിയിൽ നിന്നും പുറത്താക്കി എന്ന് ഹീന അവനോട് പറയുന്നു. അയ്യോ, എനിക്ക് ആ ബർഗർ തന്നതുകൊണ്ടാണോ എന്ന് അവൻ ചോദിക്കുന്നു. ഹേയ്, അത് മാത്രമൊന്നുമല്ല, എനിക്ക് ആ ജോലി അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല, ശമ്പളമൊക്കെ വളരെ കുറവാണ്. അതൊക്കെ പോട്ടെ, നീ എന്തിനാ കരയുന്നേ? നിനക്ക് ഒരുപാട് വേദനിച്ചോ? എന്നോട് ക്ഷമിക്ക്, ഞാൻ കാരണമല്ലേ എന്ന് ഹീന അവനോട് പറയുന്നു. ഹേയ്, അതൊന്നും കുഴപ്പമില്ല, നീ വീട്ടിൽ നിന്നും ഓടി വന്നതാണല്ലേ. ടോക്കിയോയില് ഇങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ. ശരി, നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ ഹീന ഹൊട്ടാഗെ അതിന്റെ റൂഫ് ടോപ്പിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. വളരെ ഹൈറ്റുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ നോക്കിയ ചുറ്റും ടോക്കിയോ സിറ്റി മുഴുവനായിട്ടും കാണാം. ചുറ്റിലും കാർമേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ഈ കാണുന്ന കാർമേഘങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം വന്ന നന്നായിരിക്കുമല്ലേ എന്ന് പറഞ്ഞ ഹീന കണ്ണടച്ച് അങ്ങ് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്നതാ താഴെ വീണോണ്ടിരിക്കുന്ന ചുറ്റുമുള്ള വെള്ളത്തുള്ളികളെല്ലാം തിരിച്ച് റിട്ടേൺ മുകളിലോട്ട് തന്നെ പോകുന്നു. കാർമേഘങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം അവരുടെ അടുത്തോട്ട് വരുന്നു. അവർക്ക് ചുറ്റുണ്ടായിരുന്ന സ്ഥലങ്ങൾ മൊത്തം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ സൂര്യപ്രകാശം കാണുന്നു. ഇതൊക്കെ കണ്ട് ഹൊട്ടാക്കിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെറും കെട്ടുകഥയാണെന്ന് വിശ്വസിച്ചിരുന്ന സൺഷൈൻ ഗേൾ അത് റിയൽ ആണ്. അതും ഈ പെണ്ണാണവൾ. ഈ കാര്യം ഹൊടാക്കിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആ സൂര്യപ്രകാശത്തിൽ ശരിക്കും അവൾ ഒരു മാലാഖയെ പോലെ ഹൊടാക്കിക്ക് തോന്നുന്നു. നിന്റെ പേരെന്താ എന്ന് ഹൊടാക്ക അവളോട് ചോദിക്കുന്നു. എന്റെ പേര് ഹീന. ഹൊടാക്കയും അവൾക്ക് അവനെ പരിചയപ്പെടുത്തുന്നു. നിനക്കെത്ര വയസ്സായി എന്ന് അവൾ ചോദിക്കുന്നു. 16 വയസ്സായെന്ന് ഹൊടാക്കയും പറയുന്നു. അയ്യേ, നീ എന്നെക്കാളും ചെറുതാണോ? അടുത്ത മാസം എനിക്ക് 18 വയസ്സാവും എന്ന് ഹീന അവനോട് പറയുന്നു. നിനക്ക് കണ്ടാൽ അത്ര പ്രായമൊന്നും തോന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഹൊടാക്ക. ശരിയാ, പക്ഷെ എനിക്ക് ശരിക്കും 18 വയസ്സാവാൻ പോവാ എന്ന് അവൾ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയാണ്. ഹീനയെ കൊണ്ട് കുറച്ചു നേരത്തോട്ട് മാത്രമേ സൂര്യപ്രകാശം കൊണ്ടുവരാൻ സാധിക്കൂ. അത് കഴിഞ്ഞ വീണ്ടും അവിടെ മഴ പെയ്യും. പിന്നീട് നമ്മൾ കാണുന്നത് 2 സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് എടാ വാടാ, ഞാനൊരു സാധനം കാണിച്ചുതരാം എന്ന് പറഞ്ഞ ഒരുത്തൻ കൊണ്ടുപോകുന്നു. നോക്കുന്ന സമയത്ത് മുകളിലതാ വെള്ളം മേഘം പോലെ നിൽക്കുന്നു. ഫ്രീസ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് വാട്ടർ ആകാശത്ത് തങ്ങി നിൽക്കുന്നത് പോലെ. എന്താ അവിടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് ആ വെള്ളം മുഴുവനായിട്ടും അവരുടെ മേലോട്ട് വീഴുന്നത്. സോ ഹൊടാക്ക ആ ഷിപ്പിൽ വന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു സംഭവിച്ചിരുന്നത്. മാത്രമല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ജെല്ലി പോലെയുള്ള വെള്ളം കൊണ്ടുണ്ടാക്കിയ താഴെ കിടക്കുന്നത് പല സ്ഥലത്തും കാണുന്നുണ്ട്. ആളുകൾ അതിൽ തൊടുന്ന സമയത്ത് അത് നീരാവിയായി പോവുകയും ചെയ്യുന്നു. സോ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരുപാടധികം വൈറലാവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഹീനയെ കാണാൻ വേണ്ടി ഹൊടാക്ക അവളുടെ വീട്ടിലോട്ട് പോകുന്നു. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം ഹീനയോ അവളുടെ അനിയനും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഹീനയുടെ വീട്ടിലോട്ട് പോയ അവൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹൊട്ടാഗ ഒരു ഐഡിയ പറയുന്നത്. നിനക്ക് ഈ മഴയൊക്കെ മാറ്റി സൂര്യനെ കൊണ്ടുവരാൻ പറ്റുമല്ലോ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടൊരു ഇത് ബിസിനസ് ആക്കിക്കൂടാ? ഒരുപാട് പേർക്ക് ഈ മഴ കാരണം ഫംഗ്ഷൻസ് ഒന്നും നടത്താൻ പറ്റുന്നില്ല. സോ നമ്മൾ അവരുടെ അടുത്ത് പോയി അവർക്ക് ഫംഗ്ഷൻ നടത്താനുള്ള സമയം സൂര്യനെ കൊണ്ടുവന്നു കൊടുത്താൽ നമുക്ക് ഒരുപാട് പൈസയും മേടിക്കാം, അവർക്ക് അവരുടെ കാര്യവും നടക്കും. സോ പൈസ ഉണ്ടാക്കാൻ ഇതൊരു നല്ല ഐഡിയ ആണെന്നുള്ള കാര്യം ഹീനയ്ക്കും മനസ്സിലാവുന്നു. അങ്ങനെ അവർ സോഷ്യൽ മീഡിയയിൽ സൺഷൈൻ ഗേൾ എന്ന് പറഞ്ഞ് അവരുടെ പരസ്യം ഒരു പോസ്റ്റ് ആക്കിയിടുന്നു. സോ ഇതേ സമയമാണ് ഹീനയുടെ ബ്രദറായിട്ടുള്ള നാഗി അങ്ങോട്ട് വരുന്നത്. നാഗിയെ കണ്ടുടനെ തന്നെ അന്ന് ബസ്സിൽ വെച്ച് കണ്ട ആ കാട്ടുകോഴിയാണ് ഇവൻ എന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നു. ഇതേ സമയമാണ് അവരുടെ പോസ്റ്റിന് അവർക്കൊരു കമന്റ് വരുന്നത്. സോ അവർക്കുള്ള ഫസ്റ്റ് മിഷൻ അവർക്കിപ്പോ കിട്ടിയിരിക്കുവാണ്. വെറുതെ അങ്ങോട്ട് പോയി അവിടെ പ്രാർത്ഥിച്ച് സൂര്യനെ കൊണ്ടുവന്ന എല്ലാവർക്കും അവളുടെ മുകളിൽ ഒരു സംശയം വരുമല്ലോ, ഇവളെന്തോ വലിയ അത്ഭുത ശക്തിയുള്ള ഒരാളാണ് എന്നൊക്കെ ആളുകൾ വിചാരിക്കുമല്ലോ. അതില്ലാതാക്കാൻ വേണ്ടി ഇവരെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു കൊടയെടുത്ത് അതിൽ നിറയെ ബൊമ്മകളെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ആ ബൊമ്മകൾ വീടിന് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ മഴയെല്ലാം പോയി വെയില് വരുമെന്ന് ജപ്പാനിൽ ഒരു വിശ്വാസമുണ്ട്. സോ അത് മുതലെടുത്തുകൊണ്ടാണ് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ കൊടയൊക്കെ വെച്ച് പോയാ ആളുകൾ വിശ്വസിക്കുവോ എന്ന് ഹീനയ്ക്ക് തോന്നുവാണ്. ഇങ്ങനൊരു സംശയം നിനക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ ഈ കുട്ടിച്ചാത്തനെ ഞാനൊരു ബൊമ്മയാക്കി മാറ്റിയത്. ഇനിവൻ വെറും ഒരു നാഗിയല്ല, വെതർ നാഗി എന്ന് പറയാണ് ഹൊട്ടാഗ. എനിക്ക് ഈ കോപ്പിലെ കോസ്റ്റ്യൂം ഒന്നും പിടിക്കുന്നില്ലാട്ടോ എന്ന് പറഞ്ഞ നാഗി അത് എടുത്ത് എറിയുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ബിസിനസ് അല്ലേ, അവനും ബെനിഫിറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവർ 3 പേരും അവരുടെ ഫസ്റ്റ് മിഷന് വേണ്ടി പോകുന്നു. അങ്ങനെ അവർ ഒരു ചെറിയ ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയിരുന്ന ഹൊടാക്ക ആ കൊട യൂസ് ചെയ്ത് ഹീനയ്ക്ക് നേരെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. എന്തോ മന്ത്രം പോലെ എന്തൊക്കെയോ ചെല്ലുന്ന പോലെ കാണിക്കുന്നുണ്ട്. നാഗിയാണെങ്കിൽ അവർക്ക് 2 പേർക്കും ചുറ്റും കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവരെന്തൊക്കെയാണ് ഈ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ആളുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ പോസ്റ്റ് കണ്ട് അവരെ വിളിച്ച ആളുകളാണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇത് മൊത്തം തട്ടിപ്പാ,
എന്ന് പറഞ്ഞു നിൽക്കുവാണ്. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നതാ അവിടെ മഴ മാറി സൂര്യപ്രകാശം വരുന്നു. ഇത് കണ്ട് അവരെല്ലാവരും വളരെ അതിശയത്തോടെ നിൽക്കുന്നു. പറഞ്ഞതുപോലെ സൂര്യനെ കൊണ്ടുവന്നതുകൊണ്ട് അവർക്ക് 20,000 yen കൊടുക്കുവാണ്. അവർ വിചാരിച്ചതിലും ഒരുപാട് കൂടുതലാണത്. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് വളരെ പെട്ടെന്ന് വളരുമെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നു. ഒരുപാട് റിക്വസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുവാണ്. കല്യാണത്തിനും മറ്റ് ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ സൂര്യപ്രകാശത്തിന് വേണ്ടി സൺഷൈൻ ഗേളിനെ എല്ലാവരും വിളിക്കുന്നു. ഒരുപാട് പണം അവർ പതിയെ പതിയെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ജിങ്കോ ഫയർ ഫെസ്റ്റിവൽ നടക്കുന്നത്. അത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ മഴ വളരെ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാലാവസ്ഥ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ പരിപാടി നടക്കില്ലെന്ന് ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് പരിപാടി നടത്തുന്ന ഒരാൾ സൺഷൈൻ ഗേളിനെ പറ്റിയും അവരുടെ ആ പോസ്റ്റിനെ പറ്റിയും പറയുന്നത്. വൈകാതെ തന്നെ അതിന്റെ അധികൃതർ ഹീനയെയും ഹൊട്ടാഗയെയും ഒക്കെ അങ്ങോട്ട് വിളിക്കുന്നു. അവൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതോടുകൂടി അസ്തമയ സൂര്യൻ പുറത്തോട്ട് വന്നു. മഴയെല്ലാം മാറിയത് കൊണ്ട് തന്നെ ഫയർ വർക്ക്സ് വളരെ മനോഹരമായിട്ട് ആരംഭിച്ചു. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും അവർ രണ്ടുപേരും അത് വളരെ നന്നായിട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സീനുകൾ ലൈവായിട്ട് ടിവിയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഹീനയും സൺഷൈൻ ഗേളും വളരെ നന്നായിട്ട് ടോക്കിയോയിൽ മുഴുവനായിട്ടും ഫേമസ് ആയി. അങ്ങനെ അവർ രണ്ടുപേരും അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീന പറയുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമാ. ഇത് കേൾക്കുന്ന ഹൊട്ടാഗ ഒരു നിമിഷം അവളെ തന്നെ നോക്കുന്നു. എന്താണെന്നറിയില്ല, ഈ സൺഷൈൻ ഗേൾ എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. ഇതിനെല്ലാം നീയാണ് കാരണം. ഒരുപാട് നന്ദിയുണ്ട് ഹൊടാക്ക എന്ന് ഹീന അവനോട് പറയുന്നു. അന്ന് രാത്രി ആ ഫയർ വർക്ക്സ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഹൊടാക്കയ്ക്ക് ഈ നേച്ചർ എത്രത്തോളം മനോഹരമാണ് എന്ന് തോന്നുവാണ്. അവന്റെ ഉള്ളിൽ ഒരു പ്രണയം മുട്ടിട്ട് തുടങ്ങിയിരുന്നു. ഇതേ സമയം തന്നെ നാക്സുമിക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടുന്നു. മറ്റൊരു ഭാഗത്ത് സുഗയും തന്റെ സൺഷൈൻ ഗേളിന്റെ ആർട്ടിക്കിൾ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആർട്ടിക്കിളിനായി പുതിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി സുഗയും നാക്സുമിയും പുറപ്പെടുന്നു. നീ എത്രയാണ് ഹൊട്ടാഗയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് എന്ന് നാക്സുമി ചോദിക്കുന്നു. 3 പറഞ്ഞ് അവൻ കൈ കൊണ്ട് കാണിക്കുന്നു. ഓ 30,000 എന്നോ? ഏയ് അല്ല 3,000. നീ എന്ത് തെണ്ടിത്തറി കാണിക്കുന്നേ എന്ന് പറഞ്ഞ നാക്സുമി അവനോട് ചൂടാവുന്നു. ഇതേ സമയം ഒരു പ്രായമായ സ്ത്രീ തന്റെ ഭർത്താവ് മരിച്ച ഓർമ്മ ദിവസം ആയതുകൊണ്ട് സൂര്യപ്രകാശത്തിന് വേണ്ടി സൺഷൈൻ ഗേളിനെ വിളിക്കുന്നു. തന്റെ അമ്മ മരിച്ചിട്ടും 1 വർഷമായി എന്ന് ഓർക്കുവാണ് ഹീന. ഇതേ സമയമാണ് സൺഷൈൻ ഗേളിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു പ്രായമായിട്ടുള്ള ആളുടെ അടുത്തോട്ട് സുഗയും നാക്സുമിയും ചെല്ലുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കാലാവസ്ഥ നിയന്ത്രിക്കാൻ പറ്റുന്ന മന്ത്രവാദിനികൾ ഉണ്ടായിരുന്നു. കാലാവസ്ഥയെ നിയന്ത്രിച്ചു നിർത്തുക എന്നതായിരുന്നു അവരുടെ ജോലി. ഈ വർഷത്തെ പോലെ അസാധാരണമായിട്ടുള്ള മഴയൊക്കെ നിയന്ത്രിക്കുന്നതാണോ എന്ന് നാക്സുമി അവരോട് ചോദിക്കുന്നു. ഈ അസാധാരണം എന്ന് പറയുന്നത് എന്താ? ഈ ആളുകളൊക്കെ പറയുന്നത് ഇതുവരെ രേഖപ്പെടുത്തിയതിലും വെച്ച് ഏറ്റവും വലിയ മഴ എന്നൊക്കെയാണ്. എന്നാൽ ഈ രേഖകളൊക്കെ എന്നാ ഉണ്ടായേ? ഏറിപ്പോയ ഒരു 150 വർഷമായി കാണും. അതിനു മുൻപെന്താ മഴ ഉണ്ടായിരുന്നില്ലേ? ഈ കാലാവസ്ഥ ഒരിക്കലും നമ്മളെ കൊണ്ട് പ്രവചിക്കാൻ പറ്റില്ല. ഈ ഐതിഹ്യങ്ങൾക്കൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കങ്ങളുണ്ട്. എന്താണ് സാധാരണം എന്താണ് അസാധാരണം എന്നൊന്നും നമ്മളെ കൊണ്ട് പറയാനും സാധിക്കില്ല. നമ്മളൊക്കെ ഈ ഭൂമിയിൽ വെറും താൽക്കാലികമായിട്ട് ജീവിക്കുന്നവരാ. വളരെ കുറച്ചു കാലത്തേക്ക് മാത്രം. ഈ ബോധം പണ്ടുള്ളവർക്കുണ്ടായിരുന്നു. അതനുസരിച്ച് മനുഷ്യരെയും ആകാശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവരാണ് കാലാവസ്ഥാ മന്ത്രവാദിനികൾ. മനുഷ്യരുടെ ആവശ്യങ്ങൾ ആകാശത്തെ അറിയിക്കുക എന്നായിരുന്നു അവരുടെ ജോലി. പ്രാചീന കാലഘട്ടത്തിൽ ഓരോ നാട്ടിലും ഓരോ ഗ്രാമത്തിലും ഇതുപോലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സുഗ, ഇത് കേട്ടിട്ട് നമ്മുടെ സൺഷൈൻ ഗേളിനെ പോലെയില്ലേ എന്ന് നാക്സുമി ചോദിക്കുന്നു. പെട്ടെന്ന് ആ മുത്തശ്ശന്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു കെട്ടുകഥ പോലെയില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് നാക്സുമിയും പറയുന്നു. വീണ്ടും ആ മുത്തശ്ശൻ പറയാൻ തുടങ്ങി, പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വില കൊടുക്കണം. ഈ കാലാവസ്ഥാ മന്ത്രവാദിനികൾക്ക് വളരെ ദാരുണമായിട്ടുള്ള മരണമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്ന് ആ മുത്തശ്ശൻ പറയുന്നു. ഇതേ സമയം ഹൊട്ടാഗ ഹീനയുടെ ബർത്ത്ഡേ അടുത്ത ആഴ്ചയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. എന്നാൽ ഇവരൊന്നും അറിയാതെ മറ്റൊരു ഭാഗത്ത് ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. ഹൊട്ടാഗ അന്ന് തോക്ക് കാണിച്ച് പേടിപ്പിച്ച ആളെ 2 പോലീസുകാർ വന്ന് ചോദ്യം ചെയ്യുന്നു. ഹൊട്ടാഗയുടെ കുടുംബം കേസ് കൊടുത്തതുകൊണ്ട് ടോക്കിയോയിൽ അന്വേഷണം നടത്തുന്ന 2 പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നു അവർ. എന്നാൽ ഇതൊന്നും അറിയാതെ ഹൊട്ടാഗ തനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഹീനയ്ക്ക് എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന് ചിന്തിച്ചിരിക്കുവായിരുന്നു. അപ്പോഴാണ് നാഗി അങ്ങോട്ട് വരുന്നത്. അവനോടും എന്ത് ഗിഫ്റ്റാണ് മേടിച്ചു കൊടുക്കുക എന്ന് ഹൊട്ടാഗ ചോദിക്കുന്നു. ഒരു മോതിരം അങ്ങ് മേടിച്ചു കൊടുത്തേക്ക് എന്ന് നാഗിയും പറയുന്നു. അത് കുറച്ച് ഓവർ ആവില്ലേ? എന്റെ ചേച്ചിക്കല്ലേ? ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്റെ ചേച്ചിയെ ഇഷ്ടമാണല്ലേ എന്ന് നാഗി ഹൊട്ടാഗയോട് ചോദിക്കുന്നു. പെട്ടെന്ന് അത് കേട്ടതുകൊണ്ട് ഹൊട്ടാഗ ഏയ് അല്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് തന്നെ അറിയില്ല അവൻക്ക് അവളെ ശരിക്കും ഇഷ്ടമാണോ എന്ന്. ഈ ഒരു ഉറപ്പില്ലാത്ത കാര്യമൊന്നും ഒരിക്കലും ഒരു ആണിന് ചേരില്ല. ആദ്യം ഡേറ്റിങ്ങിന് പോണം, പിന്നെ അവരോടെല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. അതൊക്കെയാണ് ഇതിന്റെ ബേസിക്.
കുട്ടിയായ അവൻ അതൊക്കെ പറയുന്നത് കേട്ട് ഹൊഡാക്ക അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ നിന്നെ നാഗി സാർ എന്ന് വിളിക്കട്ടെടാ എന്ന് ഹൊഡാക്ക അവനോട് ചോദിക്കുന്നു. അമ്മ മരിച്ചതിന് ശേഷം അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ജോലിയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. എന്നെയും കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അതൊക്കെ ചെയ്യുന്നത്. അവളുടെ കണ്ണിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണല്ലോ. അതുകൊണ്ടാണ് അവളുടെ പ്രായത്തിനൊത്ത ആളുകൾ അവളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നത് പോലെ അവളുടെ ലൈഫ് അവൾ എൻജോയ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ഹിനയ്ക്ക് പറ്റിയ ആളാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ വിശ്വാസമാ എന്ന് നാഗി ഹൊഡാക്കയോട് പറയുന്നു. നാഗി പറഞ്ഞതനുസരിച്ച് ഹൊഡാക്ക ഒരു മോതിരം വാങ്ങുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്റെ മകൾക്ക് വേണ്ടി ഒരച്ഛൻ സൂര്യപ്രകാശം കൊണ്ടുവരാൻ വേണ്ടി ഹീനയെയും ഹൊട്ടാഗയെയും വിളിക്കുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സുഖയായിരുന്നു. എനിക്ക് ഈ ജോലി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞേ? അത് മാത്രമല്ല, നിങ്ങൾക്കൊരു മകളുണ്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന് ഹൊട്ടാഗ അവനോട് ചോദിക്കുന്നു. എന്റെ മോളുടെ അമ്മ മരിച്ചുപോയി. അവൾക്കാണെങ്കിൽ ആസ്മയും ഉണ്ട്. അവൾ അവളുടെ മുത്തശ്ശിയുടെ കൂടെയാണ് താമസം. മഴയുള്ളത് കൊണ്ട് അവളെ എന്നെ പുറത്തു കൊണ്ടുപോകാനൊന്നും സമ്മതിക്കില്ല. ഇതുപോലൊരു ദിവസത്തിന് ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നുവെന്ന് നിനക്കറിയോ എന്ന് സുഖ പറയുന്നു. അപ്പോഴാണ് ഹീന ചോദിക്കുന്നത്, സുഖയാണല്ലേ ഹൊഡാക്കയുടെ മുതലാളി? ഇവന്റെ ജീവൻ രക്ഷിച്ചതും ഞാനാ കേട്ടോ എന്ന് സുഖ ഹീനയോട് പറയുന്നു. ഇതേ സമയമാണ് അങ്ങോട്ട് നാക്സുമി വരുന്നത്. ഇത് കണ്ട് ഹൊഡാക്ക ടെൻഷനായിട്ട്, ഇപ്പൊ അവൾ ഇങ്ങോട്ട് വന്നാ അത് പ്രശ്നമാവില്ലേ? നിങ്ങൾക്കൊരു മകളുണ്ടെന്നുള്ള കാര്യം അവളറിഞ്ഞ ഹൊഡാക്ക നാക്സുമിയെ സുഗയുടെ ഗേൾഫ്രണ്ട് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ നാക്സുമി സുഗയുടെ സിസ്റ്റർ ആയിരുന്നു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം സുഗയും ഹൊഡാക്കയും ആ കുട്ടിയുടെ കൂടെ കളിക്കാൻ വേണ്ടി പോകുന്നു. ഇതേ സമയം നാക്സുമി ഹീനയോട് സൺഷൈൻ ഗേളിനെ പറ്റിയും സൺഷൈൻ ഗേളിന് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ ആ അപ്പൂപ്പൻ പറഞ്ഞ കാര്യങ്ങളും പറയുന്നു. അങ്ങനെ അന്ന് രാത്രി വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഹീനയോട് എങ്ങനെയെങ്കിലും തന്റെ ഇഷ്ടം പറയണോന്ന് ഹൊഡാക്ക തീരുമാനിക്കുന്നു. എന്നാൽ ഹീനയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നാക്സുമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ തന്റെ ഇഷ്ടം ഹീനയോട് പറയാമെന്ന് തന്നെ ഹൊഡാക്ക തീരുമാനിക്കുന്നു. ഹീന എന്ന് ഹൊഡാക്ക വിളിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയ ഹീന, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും സാരമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് ഹീന പറയുന്നു. നീ എന്തായി പറയുന്നേ? ഒന്നുമില്ല, അതറിയാതെ പറഞ്ഞതാ. അല്ല, നീ എന്തോ പറയാമെന്നോ? ഇല്ല, ഒന്നുമില്ല, അതറിയാതെ വന്നതാ. പറ ഹീന, എന്താ കാര്യം? ഹൊഡാക്ക, നിനക്കറിയോ എനിക്ക് എന്ന് ഹീന പറഞ്ഞു തുടങ്ങിയതും താഴെണ്ടായിരുന്ന വെള്ളത്തുള്ളികളെല്ലാം അവൾക്ക് ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നേ എന്ന് മനസ്സിലാവാതെ നിൽക്കുവാണ് ഹൊഡാക്ക. പെട്ടെന്നാണ് ഹീന ആകാശത്തോട്ട് പോയി അപ്രത്യക്ഷമാവുന്നത്. ഇത് കണ്ട് ഹൊഡാക്കയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഹീന ഹീന എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുവാണ് അവൻ. പെട്ടെന്ന് കാണാതായ ഹീന ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു. പറന്നുകൊണ്ടിരിക്കുന്ന അവൾ പതിയെ താഴെ ഇറങ്ങുന്നു. അവളുടെ ഒരു കൈ മുഴുവനായിട്ടും വെള്ളമായി മാറിയിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ ഒന്ന് തൊട്ടതും അവിടെ സാധാരണ പോലെയായി മാറി. ഒരുപാട് പ്രാവശ്യം അവൾ സൂര്യൻ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ അത് കാരണം അവൾക്കുണ്ടായ പ്രശ്നങ്ങളായിരുന്നു ഇതെല്ലാം. ഒരു സൺഷൈൻ ഗേളിന് വളരെ ദാരുണമായിട്ടുള്ള ഒരു മരണമായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്ന് നാക്സുമി പറഞ്ഞത് ഹീന ആലോചിക്കുന്നു. അപ്പോഴാണ് ഹീന ഹൊട്ടാഗയോട് ആ കാര്യം പറയുന്നത്. പണ്ട് ഇതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. സൂര്യൻ വരാൻ വേണ്ടി ഒരുപാടധികം കൊതിച്ചിട്ടുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ജനാലയിലൂടെ പുറത്തു നോക്കി ഞാൻ ഒരു സൂര്യപ്രകാശം കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ടായിരുന്നു ആ സൂര്യപ്രകാശം വരുന്നത്. അങ്ങോട്ട് പോയി കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ അമ്മയുടെ കൂടെ അവസാനമായിട്ട് വെയിലത്ത് നടക്കണമെന്നുള്ള എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു. പെട്ടെന്ന് പെയ്യുന്ന മഴയെല്ലാം നിന്ന് ഞാൻ ആകാശത്താണ് നിൽക്കുന്നത്. അവിടെ ഒരു ലാൻഡ് ഉണ്ടായിരുന്നു. മേഘങ്ങളുടെ മുകളിൽ പച്ച പരവതാനി വിരിച്ച പുൽമൈതാനം. പിന്നീട് കണ്ണു തുറക്കുന്ന ഞാൻ താഴെ കിടക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ പവറൊക്കെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹൊട്ടാഗയോട് ഹീന പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഹീനയുടെ വീട്ടിലോട്ട് വരുന്നു. കുളിച്ചുകൊണ്ടിരിക്കുന്ന ഹൊട്ടാഗ ഹീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഹീന പുറത്തിൽ നിന്നും വിളിച്ചു പറയുന്നത്, ഹൊട്ടാഗ, പുറത്തോട്ട് വരല്ലേ, പോലീസ് ഉണ്ട് ഇവിടെ. ഹൊട്ടാഗയെ തെരഞ്ഞ് ആ പോലീസ് ഓഫീസർ ടോക്കിയോ മൊത്തമായിട്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീനയും അവൾക്കറിയില്ലെന്ന് പറയുന്നു. ഇതേ സമയം ആ പോലീസ് ഓഫീസേഴ്സിന്റെ കൂടെ വന്ന ഒരു ഓഫീസർ, നീ ഇവിടെ തനിച്ചാണോ താമസം എന്ന് ചോദിക്കുന്നു. ഇല്ല, എന്റെ ബ്രദറും ഉണ്ട് എന്ന് ഹീനയും പറയുന്നു. ഇവർ രണ്ടുപേരും ചെറിയ കുട്ടികളാണെന്നുള്ള കാര്യം പോലീസുകാരന് മനസ്സിലാവുന്നു. പോലീസിനെ പറഞ്ഞു വിട്ട ഉടനെ തന്നെ ഹൊട്ടാഗ കേസുവിന്റെ അടുത്തോട്ട് പോവുകയാണ്. എന്നാൽ ഹൊട്ടാഗയെ അന്വേഷിച്ച് അവരുടെ അടുത്തോട്ട് പോലീസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. നീ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നീ തിരിച്ചു പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ കുറച്ച് പണം എടുത്ത് കൊടുക്കുവാണ് കേസു. തിരിച്ച് ഹീനയുടെ അടുത്തോട്ട് തന്നെ വരുന്ന ഹൊട്ടാഗ കാണുന്നത് ഹീനയും നാഗിയും അവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ സോഷ്യൽ സർവീസ് ആളുകൾ വന്ന് ഇവിടെ നിന്നും കൊണ്ടുപോകും. എന്നെയും നാഗിയെയും അവർ രണ്ട് സ്ഥലത്താക്കും
എന്ന് ഹീന ഹൊട്ടാഗയോട് പറയുന്നു. നിനക്ക് നിന്നെ പോലീസ് പിടിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്നും പൊക്കൂടെ എന്ന് ചോദിക്കുവാണ് ഹീന. നിങ്ങളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല എന്ന് ഹൊട്ടാഗയും പറയുന്നു. ഇതേ സമയമാണ് ടോക്കിയോയിൽ ടെമ്പറേച്ചറിന്റെ അളവ് നന്നായിട്ട് കുറയുന്നത്. ശക്തമായിട്ടുള്ള തണുത്ത കാറ്റ് അവിടെ വീശുന്നു. ഹൊട്ടാഗയും ഹീനയും നാഗിയും തങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവർ റൂമിന് വേണ്ടി ഓരോരോ ഹോട്ടലിലോട്ട് ചെല്ലുന്നു. എന്നാ അവിടെയൊക്കെ കൊച്ചുകുട്ടികൾക്ക് റൂം കൊടുക്കില്ലെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. വീടില്ലാത്തവരുടെ പോലെ റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് അവർ രണ്ടുപേരും. ഇത് കാണുന്ന പോലീസുകാർ അവരെ 3 പേരെയും തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നു. ഇതിനോടകം തന്നെ ഹൊട്ടാഗയെ പറ്റി വിവരം കിട്ടിയ ആ പോലീസുകാർ അത് അവൻ തന്നെയാണോ എന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ഹൊട്ടാഗ അവരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ പോലീസുകാർ അവനെ പിടിക്കുന്നു. പെട്ടെന്ന് തന്നെ ഹീന ഓടി വന്ന ആ പോലീസുകാരനെ തള്ളി മാറ്റിക്കൊണ്ട് രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അലറുവാണ്. പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വലിയ ഇടിമിന്നൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയിലോട്ടിടിക്കുന്നത്. ആ വണ്ടി അങ്ങ് പൊട്ടിത്തെറിക്കുവാണ്. ചുറ്റും ആളുകളൊക്കെ ഒച്ച വെക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് കാണുന്ന പോലീസുകാർ അവരെ അവിടെ വിട്ടുകൊണ്ട് പെട്ടെന്ന് അവരുടെ അടുത്തോട്ട് പോകുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. വീണ്ടും ഹീനയുടെ കൈ ആ വാട്ടർ പോലെ ആയിരിക്കുന്നു. അങ്ങനെ അവർ 3 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു വലിയ ഹോട്ടലിലോട്ട് ചെല്ലുന്നു. തങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായത് കൊണ്ട് തന്നെ അവരവിടെ അവർക്ക് റൂം കൊടുക്കുന്നു. റൂമിലെത്തിയ അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരുപാടധികം ആശ്വസിക്കുന്നു. അവിടെ ചെന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് അവർ ഒരുപാടധികം എൻജോയ് ചെയ്യുന്നു. ഹീനയുടെ സന്തോഷം കണ്ട് ഹൊട്ടാഗ മനസ്സിൽ ചിന്തിക്കുവാണ്, ദൈവമേ ഇനി ഞങ്ങൾക്കൊരു ആപത്തും വരുത്തരുതേ. ഒരുപാട് കാലം ഇനിയും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ കഴിയണേ. അങ്ങനെ സമയം ഒരുപാട് വഴുകുന്നു. അവരെല്ലാവരും ഉറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോഴാണ് ഹൊട്ടാഗ തന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഹീനയ്ക്ക് കൈമാറുന്നത്. അവൾക്കത് കണ്ട് ഒരുപാടധികം സന്തോഷമാവുന്നുണ്ട്. ഹൊട്ടാഗ, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവളുടെ ടവൽ മാറ്റുന്നു. അവളുടെ ശരീരത്തിന്റെ പകുതിയും ഇപ്പോ വെള്ളം പോലെ ആയി മാറിയിട്ടുണ്ട്. ഇത് കണ്ട് ഹൊട്ടാഗയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഓരോ പ്രാവശ്യവും ഞാൻ സൺഷൈൻ ഗേൾ ആയി മാറുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ ഇതുപോലെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതൊക്കെ എങ്ങനെയാ ചെന്ന് അവസാനിക്കാന്ന് എനിക്ക് നന്നായിട്ട് എന്നെ അറിയാമായിരുന്നു. നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? എല്ലാം നിനക്ക് വേണ്ടിയാണ് ഹൊട്ടാഗ. ആ സൂര്യപ്രകാശം വരുന്ന സമയത്ത് നീ ഒരുപാടധികം സന്തോഷിക്കുന്നുണ്ട്. പിന്നെ നിന്റെ ഐഡിയ ഉപയോഗിച്ച് നമ്മൾ ഒരുപാടധികം പൈസ ഉണ്ടാക്കിയില്ലേ? അപ്പോഴും നീ ഒരുപാടധികം സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു. നീ സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല ഹൊട്ടാഗ. ഞാനെങ്ങാനും മരിച്ചുപോയ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് നീ നാഗിയെ നോക്കണം കേട്ടോ. ഇത് കേട്ട് ഹൊട്ടാഗ പൊട്ടിക്കരയുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല ഹീന. ഇനി ഞാനുണ്ട് നിന്റെ കൂടെ. നീ ഒരിക്കലും ഇനി സൺഷൈൻ ഗേൾ ആയിട്ട് മാറേണ്ട. ലൈഫിലോ നീ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് അവൾക്ക് ആ റിങ് ഇട്ടുകൊടുക്കുന്നു. ഒരിക്കലും എന്നെ വിട്ടു പോവല്ലേ ഹീന, ഒരിക്കലും പോവല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം രണ്ടുപേരും അവിടെ കിടക്കുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹൊട്ടാഗയെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഹീന. ഞാൻ നിന്നെ റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട സമയത്ത് നീ ഒരുപാട് പാവമായിട്ട് എനിക്ക് തോന്നി. ഒരുപാടധികം സങ്കടത്തിലാണ്, ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ അന്ന് നിനക്ക് കഴിക്കാൻ ബർഗർ ഞാൻ കൊണ്ടുവന്നു തന്നെ. പിന്നീട് ആ ക്ലബ് ഓണേഴ്സ് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് നീ അവരുടെ കയ്യിൽ നിന്നും എന്നെ വലിച്ചു കൊണ്ടുപോടി. എന്നെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരാളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് തൊട്ടേ ഞാൻ നിന്നെ ഒരുപാടധികം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹൊട്ടാഗ. നീയല്ലാതെ എനിക്ക് അങ്ങനെ വേറെ ആരുമില്ല. നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ ഞാൻ ഇതെല്ലാം ചെയ്തേ. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ മുഴുവനായിട്ടും വെള്ളത്തിനടിയിലാവും. നീ എന്താഗ്രഹിച്ചിട്ടാണോ ടോക്കിയോയിലോട്ട് വന്നേ അതൊന്നും നടക്കില്ല. നാക്സുമി പറഞ്ഞതുപോലെ ഈ മഴയെ മുഴുവനായിട്ട് നിർത്താൻ എന്നെ കൊണ്ട് സാധിച്ചാ നീ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കില്ലേ? നീ വിചാരിച്ച പോലെ നിനക്ക് ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റും. സോ അവളെ തന്നെ സാക്രിഫൈസ് ചെയ്ത് കാലാവസ്ഥയോട് അലിഞ്ഞു ചേരുവാണ്. കണ്ണു തുറക്കുന്ന അവൾ കാണുന്നത് ആ മേഘത്തിന്റെ മുകളിൽ കിടക്കുന്നതാണ്. ഹൊട്ടാഗ കൊടുത്ത ആ മോതിരം അവൾ നോക്കുന്നു. പെട്ടെന്ന് തന്നെ വെള്ളമായി മാറിയ അവളുടെ കയ്യിൽ നിന്നും ആ മോതിരം താഴെ വീഴുന്നു. സോ അവൾ മുഴുവനായിട്ടും വെള്ളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഹീന എന്നും വിളിച്ചുകൊണ്ട് കണ്ണു തുറക്കുന്ന ഹൊട്ടാഗയാണ് കാണുന്നത്. ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ ഇതെല്ലാം അവനും കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോലീസ് വരുവാണ്. ഹൊട്ടാഗേനെയും നാഗിയെയും അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഹീന തന്നെ സാക്രിഫൈസ് ചെയ്തത് കൊണ്ട് തന്നെ പ്രകൃതി എല്ലാം പഴയതുപോലെ ആയിട്ടുണ്ടായിരുന്നു. പുറത്തോട്ട് വരുന്ന ഹൊട്ടാഗ ആകാശത്തോട്ട് നോക്കുന്നു. പെട്ടെന്നതാ അവൻ ഹീനയ്ക്ക് കൊടുത്ത ആ റിങ് ആകാശത്തു നിന്നും താഴെ വീഴുന്നു. അവൻ കണ്ടത് ഒരു സ്വപ്നമല്ല എന്നുള്ള കാര്യം അവൻ അപ്പം മനസ്സിലാവുന്നു. ഹീന എന്നും വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൊട്ടാഗ. പെട്ടെന്ന് തന്നെ പോലീസുകാർ അവനെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലോട്ട് അവനെ കൊണ്ടുപോകുന്നു. ഒരു 15 വയസ്സുകാരിയായ ഒരു പെണ്ണു നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവളുടെ പേര് ഹീന എന്നല്ലേ എന്ന് ഹൊട്ടാഗയോട് ആ പോലീസുകാരൻ ചോദിക്കുന്നു. സോ അപ്പോഴാണ് അവൻക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ഹീനയ്ക്ക് 18 വയസ്സല്ല,
ആക്ച്വലി 15 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അവൾ എവിടെയാ എന്നാ പോലീസുകാരൻ അവനോട് ചോദിക്കുന്നു. അവളെ തന്നെ സാക്രിഫൈസ് ചെയ്ത് ആകാശത്തോട്ട് മറഞ്ഞുപോയി. അത് കാരണ ഇപ്പൊ മഴയൊന്നും പെയ്യാത്തെ. ഈ കാലാവസ്ഥ ഇപ്പൊ ഇങ്ങനെ മാറാൻ കാരണം അവളാ എന്ന് ഹൊട്ടാഗ പറയുന്നു. ഇത് കേൾക്കുന്ന ആ പോലീസുകാരൻ ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല. സ്റ്റേഷനിലെത്തിയ പോലീസ് ഓഫീസറിനോട്, സാർ, ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ആ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് പോയാ എനിക്ക് അവളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ദയവ് ചെയ്ത് എന്നെ വിട്ടയക്കണം എന്ന് ഹൊട്ടാഗ പറയുന്നത് കേട്ട് ആ പോലീസുകാരൻ അവനെ റൂമിനകത്ത് അടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കിട്ടിയ ഗ്യാപ്പിൽ പെട്ടെന്ന് തന്നെ അവൻ പുറത്തോട്ട് ഓടുവാണ്. അപ്പോഴാണ് അതുവഴി നാക്സുമി പോകുന്നത് അവൻ കാണുന്നത്. ഹേ ഹൊട്ടാഗ, എങ്ങോട്ടാ നീ? ഹീനയുടെ അടുത്തോട്ടാ അവളെ കാണാൻ. എന്നാ വാക്കേറ് എന്ന് നാക്സുമിയും പറയുന്നു. അത് കേൾക്കേണ്ട താമസം ഹൊട്ടാഗ അതിലോട്ട് ചാടി കയറുന്നു. രണ്ടുപേരും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് മുന്നിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതേ സമയമാണ് നാക്സുമി ആ കാര്യം പറയുന്നത്. ഞാൻ നാഗിയെ കണ്ടിരുന്നു. നിന്നെ പോലീസ് പിടിച്ച കാര്യവും ഹിനയെ കാണാനില്ലെന്ന ആ കാര്യവും അവൻ എന്നോട് പറഞ്ഞു. നാഗി ഇപ്പൊ എവിടെയുണ്ട് എന്ന് ഹൊട്ടാഗ ചോദിക്കുന്നു. അവനിപ്പോ ചൈൽഡ് കൺസെൻട്രേഷൻ സെന്ററിലുണ്ട്. ഇതേ സമയമാണ് നമ്മൾ നാഗിയെ കാണുന്നത്. അവനെ കാണാൻ വേണ്ടി അവന്റെ 2 ഗേൾ ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നു. അതിലൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തനിക്ക് ടോയ്ലറ്റിലോട്ട് പോകണമെന്ന് പറയുന്നു. പോലീസുകാരിയും അവളുടെ കൂടെ പോവാണ്. ഇതേ സമയം മറ്റേ പെൺകുട്ടി നാഗിക്ക് അവളുടെ കോസ്റ്റ്യൂം മൊത്തമായിട്ട് ഊരി കൊടുക്കുന്നു. സോ വേഷം മാറി പുറത്തിടക്കാനാണ് അവരുടെ പ്ലാൻ. ഇതേ സമയം തന്നെ ഹൊടാക്ക ചാടിപ്പോയത് കൊണ്ട് സുഗയുടെ അടുത്തോട്ടായിരിക്കും പോവാ എന്ന് വിചാരിച്ച് പോലീസുകാർ സുഗയുടെ അടുത്തോട്ട് വരുന്നു. ഇതേ സമയം നാക്സുമി ആണെങ്കിൽ വളരെ സ്പീഡിൽ തന്റെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പോവേണ്ടത് എന്ന് നാക്സുമി ഹൊട്ടാഗയോട് ചോദിച്ചതും, യോയോഗി കൈക്കാനിലെ ആ ഇടിഞ്ഞു പൊളിയാറായ ബിൽഡിംഗില്ലേ, അവിടെ വെച്ചാ ഹീന സൺഷൈൻ ഗേൾ ആയി മാറിയത്. ഒരുപക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയേക്കും എന്ന് ഹൊട്ടാഗ പറയുന്നത് കേട്ട് നാക്സുമി സ്കൂട്ടർ വളരെ വേഗത്തിൽ ഓടിക്കുന്നു. ഇതേ സമയം സുഗയെ അന്വേഷിച്ചു വന്ന പോലീസുകാരൻ അവന്റെ വീട് മൊത്തം പരിശോധിച്ചതിനു ശേഷം സുഗയോട് പറയുന്നു, എനിക്ക് തോന്നുന്നു അവൻ ആ പെണ്ണിനെ കാണാൻ വേണ്ടി പോയതായിരിക്കുമെന്ന്. പോകുന്നതിന് മുമ്പ് അവൻ എന്തൊക്കെയോ പിച്ചിമ്പയൊക്കെ പറഞ്ഞിരുന്നു. എന്തോ അവൾ സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ കാലാവസ്ഥ കൊണ്ടുവന്നത് എന്നൊക്കെ. എന്ത്? എന്നിട്ട് നിങ്ങൾ അത് വിശ്വസിച്ചോ എന്ന് സുഗ അവരോട് ചോദിക്കുന്നു. ഇല്ല, ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അവനെന്താ, അവന്റെ ജീവിതം വെറുതെ പായാക്കി കളയുമല്ലേ, അതും ഒരു പെണ്ണിന് വേണ്ടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവനോട് നല്ല രീതിയിൽ അസൂയ തോന്നുന്നുണ്ട്. ഇത് കേട്ട് സുഗയ്ക്ക് പെട്ടെന്ന് തന്റെ ഭാര്യയെ ഓർമ്മ വരുന്നു. തന്റെ ഭാര്യ മരിച്ചത് ആലോചിച്ച് അവൻ ഒരുപാടധികം സങ്കടപ്പെടുന്നുണ്ട്. സോ ഇതേ സങ്കടം തന്നെ ആയിരിക്കില്ലേ ഹൊട്ടാഗയ്ക്ക് ഈനയെ നഷ്ടപ്പെട്ടപ്പോഴും ഉണ്ടായിരിക്കുക എന്നവൻ ചിന്തിക്കുന്നു. ഇതേ സമയം പോയിക്കൊണ്ടിരിക്കുന്ന നാക്സുമിയുടെ സ്കൂട്ടർ വെള്ളക്കെട്ടിൽ കുടുങ്ങുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന റെയിൽവേ ട്രാക്കിലൂടെ അവൻ ആ ബിൽഡിങ്ങിനെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്നു. ഹീനയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അവൻ ആലോചിച്ച് ഒരുപാടധികം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് അവൻ ഓടുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ അവൻ ആ കെട്ടിടത്തിന്റെ അടുത്തോട്ട് എത്തുന്നു. അതിന്റെ അകത്തോട്ട് കയറി മുകളിലോട്ട് പോവാൻ ശ്രമിക്കുന്ന അവൻ പെട്ടെന്ന് സുഗയെ കാണുന്നു. നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഹൊട്ടാഗ. നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നതെന്ന് നിനക്കറിയോ? ഹിനയെ കാണാനില്ല, അത് എന്റെ തെറ്റാ. ഞാൻ കാരണമാ അവളൊരു സൺഷൈൻ ഗേളായി മാറിയത്. ഞാനാ അവളെ രക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഹൊട്ടാഗ മുന്നിലോട്ട് പോവാൻ ശ്രമിക്കുന്നു. എന്നാ സുഗ അവനെ തടയുന്നു. അവളതാ ആ ആകാശത്തിലുണ്ട്, ആ മേഘങ്ങൾക്ക് മുകളിൽ. അങ്ങോട്ട് പോയാ എനിക്ക് അവളെ സഹായിക്കാൻ പറ്റും, അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നീ എന്തൊക്കെയാ പറയുന്നേ ഹൊട്ടാഗ? നിനക്കെന്താ പ്രാന്തായോ? നീ ഇപ്പോ പോലീസുകാർക്ക് പിടികൊടുക്കുന്നതായിരിക്കും നല്ലത്. അവർക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ ഹിനയെ പറ്റി അത് പോലീസുകാർ നോക്കിക്കോളും. അതിന്റെ പുറകെ നടന്ന് നീ ഒരിക്കലും നിന്റെ ജീവിതം നശിപ്പിക്കരുത് എന്ന് സുഗ അവനോട് പറയുന്നു. ഇതിനോടകം തന്നെ ഒരുപാട് പോലീസുകാർ പിന്തുടർന്ന് അവരുടെ അടുത്തോട്ട് എത്തുന്നു. സ്റ്റേഷനിലോട്ട് ഞാനും നിന്റെ കൂടെ വരാം എന്ന് സുഗ ഹൊടാഗയോട് പറയുന്നു. എന്നെ വിട്, എനിക്ക് പോണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൊടാക്ക സുഗയുടെ കയ്യിൽ കയറി കടിക്കുന്നു. പെട്ടെന്ന് തന്നെ സുഗ അവനെ അവിടെ നിന്നും തള്ളി മാറ്റുന്നു. താഴെ വീണ ഹൊടാക്കയ്ക്ക് പണ്ടവൻ വലിച്ചെറിഞ്ഞ ആ തോക്ക് അവിടെ നിന്നും കിട്ടുന്നു. എന്റെ വഴിയിൽ നിന്നും മാറി നിൽക്ക് എന്ന് പറഞ്ഞ ഹൊടാക്ക അത് സുഗയ്ക്ക് നേരെ നീട്ടുന്നു. ഹൊടാക്ക, നീ എന്താ ഈ ചെയ്യുന്നേ? എന്റെ വഴിയിൽ നിന്നും മാറി നിൽക്കാനല്ലേ പറഞ്ഞേ? എനിക്ക് പോണം, എനിക്ക് അവളെ കാണണം എന്ന് പറഞ്ഞ ഹൊടാക്ക ആ ഗണ്ണിന്റെ ട്രിഗർ അങ്ങ് അമർത്തുന്നു. പെട്ടെന്ന് തന്നെ ഗണ്ണും പിടിച്ചുകൊണ്ട് പോലീസുകാരൊക്കെ അങ്ങോട്ട് വരുന്നു. അവർക്ക് 2 പേർക്കും നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നു. പോലീസുകാരെ സുഗ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹൊട്ടാഗയോടും ഗണ്ണ് താഴെ ഇടാൻ വേണ്ടി പറയുന്നു. അതൊന്നും കേൾക്കാത്ത അവൻ എനിക്ക് ഒരിക്കൽ കൂടി അവളെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഗണ്ണ് വലിച്ചെറിഞ്ഞ് ഹൊടാക്ക അവിടെ നിന്ന് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ന ഒരു പോലീസ് ഓഫീസർ അവനെ പിടിച്ചു വെക്കുന്നു. ഹൊട്ടാഗയുടെ കയ്യിൽ വിലങ്ങിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഗയ്ക്ക് നടന്നതെല്ലാം ആലോചിച്ച് സങ്കടം വരുന്നു. ഹൊട്ടാഗയ്ക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരെ അവൻ തട്ടിമാറ്റുന്നു. ഹൊട്ടാഗയോട് എഴുന്നേറ്റ് ഓടാൻ പറയുവാണ് സുഗ. എന്നാ ഓടിക്കൊണ്ടിരിക്കുന്ന ഹൊട്ടാഗയുടെ മുന്നിലോട്ട് പെട്ടെന്ന് ഒരു പോലീസ് ഓഫീസർ വരുന്നു. പെട്ടെന്നതാ ഹൊട്ടാഗ നാഗി ആ പോലീസുകാരന്റെ അടുത്തോട്ട് ഓടി വരുന്നു. പോലീസുകാരനെ തള്ളി താഴെയിട്ടതിനു ശേഷം, എന്റെ സിസ്റ്ററെ നീ വേണേ രക്ഷിക്കാൻ, അതിന് നിന്നെ കൊണ്ടേ പറ്റൂ
എന്ന് നാഗി പറയുന്നു. പെട്ടെന്ന് തന്നെ ഹൊട്ടാക അവിടെ ഉണ്ടായിരുന്ന സ്റ്റെയർകേഴ്സ് വഴി മുകളിലോട്ട് ഓടുന്നു. ഹീന എന്നും വിളിച്ചുകൊണ്ട് അവൻ അതിന്റെ അകത്തോട്ട് കയറുന്നു. പെട്ടെന്നതാ ആകാശത്തുനിന്നും അവൻ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നു. ചുറ്റിലും ഒരുപാടധികം കാർമേഘങ്ങളുണ്ട്. പെട്ടെന്നതാ ആ മേഘങ്ങൾക്ക് മുകളിൽ ഒരുപാട് മീനുകളെ ചുറ്റിക്കൊണ്ട് ഹീനയിരിക്കുന്നു. ഹീന എന്നും വിളിക്കുകയാണ് ഹൊട്ടാക. ഹൊട്ടാകയെ കണ്ട ഹീന ഹൊട്ടാകയുടെ അടുത്തോട്ട് ഓടി വരുന്നു. എന്നാൽ ഹൊട്ടാക്കയ്ക്ക് ആ ലാൻഡിലോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. അവൻ തിരിച്ച് ഭൂമിയിലോട്ട് തന്നെ വീണുകൊണ്ടിരിക്കുന്നു. ഹേ ഹീന, എന്റെ കയ്യിൽ കയറി പിടിക്ക് എന്നവൻ വിളിച്ചു പറയുന്നു. ഓടി വന്ന ഹീന പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. രണ്ടുപേരും ഇപ്പോ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഹൊട്ടാകയുടെ കയ്യിൽ നിന്നും സ്ലിപ്പായി ഹീന ദൂരോട്ട് പോകുന്നു. ഹീന, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകളയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൊട്ടാക ഹീനയുടെ അടുത്തോട്ട് വരുന്നു. ഹീനയുടെ കയ്യിൽ കയറി പിടിച്ചവൻ, നീ ഒരിക്കലും പേടിക്കണ്ട ഹീന, ഇനി ഒരിക്കലും ഞാൻ നിന്റെ കൈ വിടില്ല. എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. ഇത് കണ്ട് ഹീനയും ഞാനും നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുവാണ്. അങ്ങനെ രണ്ടുപേരും ഭൂമിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സുഗ ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് കാർമേഘങ്ങളൊക്കെ വന്ന് അവിടെ വീണ്ടും മഴ പെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നു. പഴയതുപോലെ തന്നെ വളരെ ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഹീനയും ഒടാക്കിയും ഇപ്പോ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവർ രണ്ടുപേരും മൈനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഹൊടാക്കയെ തിരിച്ച് അവന്റെ ഹൈലൈനിലോട്ട് തന്നെ കൊണ്ടുപോകുന്നു. ഹീന സർക്കാരിന്റെ കീഴിൽ ഇപ്പൊ അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളെല്ലാം കടന്നു പോകുന്നു. ദ്വീപിൽ വെച്ച് ഹൊടാക്ക തന്റെ പഠിത്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം അവൻ ഗ്രാജുവേറ്റ് ആവുന്നു. ഇനിയുള്ള പഠിത്തമെല്ലാം ടോക്കിയോയിൽ വെച്ച് മതിയെന്ന് തീരുമാനിച്ച അവൻ കോളേജ് പഠനത്തിനായി ടോക്കിയോയിലോട്ട് പുറപ്പെടുന്നു. അവസാനമായിട്ട് അന്നായിരുന്നു അവൻ ഹീനയെ കണ്ടത്. അതിനുശേഷം അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ടോക്കിയോയിലെത്തിയ അവൻ കാണുന്നത് ടോക്കിയോയുടെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായതാണ്. താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി അവൻ പാർട്ട് ടൈം ജോലി കണ്ടെത്താൻ വേണ്ടി ഫോണിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടവൻ സൺഷൈൻ ഗേളിന് ഉണ്ടാക്കി കൊടുത്ത ആ വെബ്സൈറ്റ് അവൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അതിനകത്ത് ഒരു റിക്വസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. സൺഷൈൻ ഗേൾ ഇനി അവിടെ വരുവോ എന്ന് ചിന്തിച്ച് അവൻ ആ സ്ഥലത്തോട്ട് പോകുന്നു. പണ്ട് തന്റെ ഭർത്താവ് മരിച്ചപ്പോ സൺഷൈൻ ഗേളിനെ വിളിച്ച ആ അമ്മൂമ്മയായിരുന്നു ആ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഹൊടാക്കയും ആ അമ്മൂമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ താമസം മാറിയല്ലേ, പണ്ട് വേറൊരു വീട്ടിലായിരുന്നല്ലോ എന്ന് ഹൊടാക്ക അവരോട് ചോദിക്കുന്നു. ആ വീടൊക്കെ ഇപ്പൊ വെള്ളത്തിനടിയില, എന്നോട് ക്ഷമിക്കണം. എന്തിന് എന്നാ മുത്തശ്ശി ചോദിക്കുന്നു. ഇല്ല, അതൊന്നുമില്ല. നിനക്കൊരു കാര്യം അറിയോ, പണ്ട് കാലത്ത് ഒരു 200 വർഷങ്ങൾക്ക് മുൻപൊക്കെ ഈ ടോക്കിയോ മുഴുവനായിട്ടും വെള്ളത്തിനടിയിലായിരുന്നു. കാലക്രമേണ മനുഷ്യനും കാലാവസ്ഥയും ചേർന്ന് അതിനെ കരയാക്കി മാറ്റി. എനിക്ക് തോന്നുന്നു ഈ പ്രകൃതി അതിനെ പഴയതുപോലെ ആക്കിയതെന്നാ. ഇത് കേട്ട് ഹൊടാക്കയ്ക്ക് കുറച്ചധികം സമാധാനാവുന്നു. സൺഷൈൻ ഗേൾ അന്ന് അവിടെ വന്നിരുന്നില്ല. അങ്ങനെ ഹൊടാക്ക നേരെ സുഗയെ കാണാൻ വേണ്ടി പോകുന്നു. അവനിപ്പോ അവന് മാഗസിൻ കമ്പനിയൊക്കെ വലുതാക്കി വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. സുഗയുടെ അടുത്ത് നിന്ന് ഹൊടാക്ക പഴയതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇത്രയും വളർന്നില്ലേ, കോളേജിൽ ചേരാനുള്ള സമയമായി. കുട്ടികളെയൊക്കെ മാറ്റിവെച്ച് പോയി 4 അക്ഷരം പഠിക്കാൻ നോക്ക്. പക്ഷേ അന്ന് ഞങ്ങൾ കാരണമല്ലേ. ഓ പിന്നെ, നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ ഈ ലോകം ഇങ്ങനെ ആക്കി മാറ്റിയേ. വെറുതെ മണ്ടത്തരം പറയരുത്. ഇതാ നോക്ക്, ഞാനും മോളൊക്കെ ഇന്നലെ ഒരു ഔട്ടിങ്ങിന് പോയിരുന്നു. നാക്സുമിയും നാഗിയും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ശരി, നീ ഇങ്ങനെ ഈ മണ്ടത്തരമൊക്കെ ആലോചിച്ചിരിക്കാതെ ആ ഹീനയെ പോയി ഒന്ന് കാണ്. കുറെ കാലായില്ലേ അവളെ കണ്ടിട്ട്. ചെല്ല്, പോയിട്ട് അവളെ കാണ്. എനിക്കിവിടെ കുറെ പണിയുണ്ട് മോനുസേ, നീ ചെല്ല് എന്ന് പറഞ്ഞ സുഖ അവനക്ക് അവളിരിക്കുന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് അവനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ ഒടാക്ക തന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം നോക്കിക്കൊണ്ട് പണ്ട് ഹിനയെ പ്രൊപ്പോസ് ചെയ്യാൻ നിൽക്കുന്ന ആ സ്ഥലത്തോട്ട് നടന്നു ചെല്ലുന്നു. പെട്ടെന്നതാ തന്റെ മുമ്പിൽ ഒരു പെൺകുട്ടി കടലിലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നു. അത് ഹിനയാണെന്ന് ഒടാക്കയ്ക്ക് മനസ്സിലാവുന്നു. നീണ്ട 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഹിനയെ കണ്ട് ഒടാക്ക സന്തോഷത്തോടെ കരയുന്നു. സോ ഇവിടെ വെച്ച് ഈ മനോഹരമായിട്ടുള്ള മൂവി അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.